GUPS പുറത്തൂർ എവറസ്റ്റ് ടാലന്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 2025-26 ഡെയിലി GK ക്വസ്റ്റ്യൻസ് പാർട്ട് 6. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തുവരുന്ന ശിലാദ്രവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ലാവ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആർ ശങ്കരൻ നാരായണൻ തമ്പി. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി ജി ശങ്കരക്കുറുപ്പ്. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതാര്? ഹുയാൻ സാങ്. പരിണാമത്തിൻ്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപഗോസ് ദ്വീപ്. കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥ? MN പാലൂർ. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? 2005. കിഴവനും കടലും എഴുതിയതാര്? ഏണസ്റ്റ് ഹെമിംഗ്വേ. സോപാനം ആരുടെ ആത്മകഥയാണ്? ഞരളത്ത് രാമപൊതുവാൾ. ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ഇന്ത്യൻ സായുധ സേനകളുടെ തലവൻ ആര്? രാഷ്ട്രപതി. സോപാനം ആരുടെ ആത്മകഥയാണ്? ഞരളത്ത് രാമപൊതുവാൾ. ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? കേണൽ ഗോദവർമ്മ രാജ. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസൻ. കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നീതി ആയോഗ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഇ. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇ സന്തോഷ് കുമാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. കേരളത്തിൽ വടക്കുകിഴക്കൻ കാലവർഷം ഏതുപേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം. 2025 സമാധാന നോബൽ ലഭിച്ചതാർക്ക്? മരിയ കൊരീന മച്ചാഡോക്ക്. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് OpenAI. 2025-26 രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനെ നയിക്കുന്നത് മുഹമ്മദ് അസ്ഹറുദ്ദീൻ.